ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വാലറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4പ്ലേൻ്റെ ഒരു ആക്രിലിക് യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2.5 mm ഹുക്ക് സെറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. എത്ര മെഷർമെൻറ്റ് വേണമെന്നനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഞാനിവിടെ ഒരു 16 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഞാനിവിടെ 16 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 16 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും കേട്ടോ. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുക. ചെയിൻ സ്കിപ്പ് ചെയ്യാതെ നോക്കാം. എൻഡ് വരെ എത്തുമ്പോൾ 15 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്നും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുകയാണ്. നിങ്ങൾക്കിത് വലിയ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വലിയ ബാഗിൻ്റെ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് 16 ഇട്ടത് നിങ്ങൾക്ക് അതുപോലെ തന്നെ 26 36 അങ്ങനെ അധികമാക്കിയിട്ട് 40 50 എത്ര സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ചിൻ്റെ കൗണ്ട് ചെയ്യേണ്ട ഇതൊന്നുമില്ല, മെഷർമെൻറ്റിനനുസരിച്ച്. ഇപ്പോൾ ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5 ഇഞ്ച് വേണമെങ്കിൽ ഒരു 4 ഇഞ്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ സെയിം പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് നോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചെയിനിൽ തന്നെ 3 എണ്ണം ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്ലിപ്പ് നോട്ടിൽ. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തു, സെയിം തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണം ഈ ഒരു സ്ലിപ്പ് നോട്ടിൽ ചെയ്തു, പിന്നെ വീണ്ടും നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 എണ്ണം 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ട് ബാക്ക് വേർഡ് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇതിൽ 3 എണ്ണം ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനോടൊപ്പം ഈ ഒരു യാണ് ടൈലൻഡ് ഉണ്ടല്ലോ, ആ ടൈലൻഡ് നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ കൂട്ടി പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയിൻ അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു എൻഡ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വലുപ്പമാണെങ്കിലും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ തുടർന്നാൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ ഒരു എൻഡ് എത്തുന്ന വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചെയിനിലും ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സ്കിപ്പായി പോവരുത്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ ഇപ്പോൾ ഞാൻ 1 ചെയ്തു, അതേ തന്നെ ഞാൻ ആ ഒരു ചെയിനിൽ തന്നെ ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാണ്.
അപ്പോൾ നമുക്കൊരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടലി 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു ചെയിനിൽ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ ഇതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 എണ്ണം ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 2. നമ്മൾ 2 ചെയിനിൽ താഴെയുള്ള 2 ചെയിനിലും 2 എണ്ണം വീതം ചെയ്തപ്പോൾ നമുക്ക് 4 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 3 എണ്ണം ചെയ്തിട്ടില്ലേ, അവിടെ എത്തുന്നവരെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ചെയിനിലാണ് നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റിച്ച് ഈ മൂന്നാമത്തെ സ്റ്റിച്ച് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. സ്റ്റിച്ച് മാർക്ക് എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കറിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യാം. ഒന്ന് ചെയ്തു. സെയിം തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 എണ്ണമായി. ഇനി ഞാൻ അടുത്ത ചെയിനിലും അതുപോലെ തന്നെ 1 സെയിം തന്നെ 2 എണ്ണം ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ചെയിനിൽ 2 എണ്ണം വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിലും അതുപോലെ തന്നെ 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിൽ 3 ചെയിനാണ് താഴെ ഉള്ളത്. ആ 3 ചെയിനിലും നമ്മൾ 1 2 1 2 1 2 അങ്ങനെ 6 സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ ഈ ഒരു എൻഡിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെയിൻ 1 ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് 1 2 2 ചെയിൻ കൗണ്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഈ ഇവിടെ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെയുള്ള ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ച് മാർക്ക് എത്തുന്ന വരെ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളാണ് ഇത്. നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ ഒരു വാലറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വാലറ്റാണിത്. അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് മാർക്കറിൽ ഞാൻ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യാണ്. 1 2 ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുന്നതിനാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയാം. അടുത്ത ചെയിനിലും അതുപോലെ തന്നെ 1 2 2 എണ്ണം ചെയ്തു. അങ്ങനെ നമ്മൾ താഴെ 2 എണ്ണം ഉള്ളതിന് നമ്മൾ 4 എണ്ണമായിട്ട് ഇൻക്രീസിങ് ആക്കി. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉണ്ടോ ഈ ഒരു വാലറ്റിൻ്റെ അടിഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 1 ചെയ്യുക. തേർഡ് റൗണ്ടാണ്. ചെയിൻ 1 ചെയ്തിട്ട് നമ്മളിനി
ഇതാ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമ്മൾ ഇനി 2 ലൂപ്പ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് ഇവിടെ നമുക്കിങ്ങനെ ഒരു ബോർഡർ പോലെ കിട്ടും. അപ്പോൾ അപ്പർ പാർട്ട് നമുക്കിങ്ങനെ നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ റൗണ്ട് മുഴുവനും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ബാക്ക് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അല്ല, ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഒരു ബോർഡർ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചുറ്റും ഈ ഒരു എൻഡ് എത്തുന്ന വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വലിയ സൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചസ് കൂടുന്നുള്ളൂ. പാറ്റേൺസ് ഒക്കെ സെയിം തന്നെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ 20 ആണെങ്കിൽ 20 സ്റ്റിച്ചോ അല്ലെങ്കിൽ 50 സ്റ്റിച്ചോ എത്ര സ്റ്റിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത്രയും സ്റ്റിച്ചസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 16 സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. നിങ്ങൾ 50 ആണെങ്കിൽ 50 സ്റ്റിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ 49 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും ഫസ്റ്റ് റൗണ്ടിൽ. പിന്നെ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് റൗണ്ടിൽ. അതിങ്ങനെ ഫുൾ ചുറ്റിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. ചുറ്റിലും ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ബോർഡർ പോലെ വരുന്നത്. ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റും നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട്, ഇതുവരെ നമ്മൾ ബാക്ക് ലൂപ്പാണ് ഈ ഒരു റൗണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ റൗണ്ട് നമ്മൾ എൻഡ് ചെയ്ത് കൊടുക്കുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അപ്പർ പാർട്ട് വേറെ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഓരോ ചെയിനിലും 2 ലൂപ്പ് യൂസ് ചെയ്യും. 2 ലൂപ്പ് യൂസ് ചെയ്യാം. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സെയിം തന്നെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ള ആ ഒരു കാർഡ് ഇടുന്ന ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ഒരു കാർഡിൻ്റെ ലെങ്ത്തിൽ ഈ ഒരു പാറ്റേൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് അപ്പർ പാർട്ടിലേക്ക് ചെയ്യുന്നത്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള അടുത്ത സ്റ്റിച്ച് ഫസ്റ്റ്, ഈ സ്റ്റിച്ചിന് നമ്മൾ ഫസ്റ്റ് റൗണ്ട്, ഇത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ്. അങ്ങനെ നമ്മളൊരു എത്ര റൗണ്ട് വേണം, എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിൽ ഈ റൗണ്ട് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. അതുപോലെ നമ്മൾ ഒരു 10 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ ലെങ്ത്ത് കാർഡ് ഇടാനുള്ള ലെങ്ത്ത് എത്തിക്കണമെന്ന് നോക്കാം. അപ്പോൾ കാർഡ് ഇടാനുള്ള ലെങ്ത്ത് എത്തിയെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ള ആ ലെങ്ത്ത് എത്തുന്ന വരെ നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. തേർഡ് റൗണ്ട്, 4th റൗണ്ട്, 5th റൗണ്ട്, അങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സിംഗിൾ ക്രോഷ്യേൻ്റെ നേരെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഒരു റൗണ്ട് എന്നുള്ള ഇതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ തേർഡ് റൗണ്ട് ചെയിൻ 1 ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേർഡ് റൗണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ 4th 5th 6th എത്ര മെഷർമെൻറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8 റൗണ്ട് കൂടി ചെയ്തു. ഇപ്പോൾ 2 റൗണ്ട് ചെയ്തു. ഇനി ഒരു 8 റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടെ 12 റോ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 12 റോ ചെയ്തു. ഇവിടെയാണ് സ്റ്റിച്ച് മാർക്കർ ഉള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നമ്മൾ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. യാണ് കട്ട് ചെയ്തതിന് ശേഷം ഹുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഈ യാണിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് എത്ര മെഷർമെൻറ്റിലും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സെയിം പാറ്റേൺ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലെ ചെയിൻ സ്റ്റിച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഈ ഒരു പാറ്റേൺ തന്നെ യൂസ് ചെയ്യുക. ഇത് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടും ഹാഫ് DC വെച്ചിട്ടും DC വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു പിന്നെന്താ പറയുക ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹോളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്ഷനിലായി കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ അപ്പർ പാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു മെഷർമെൻറ്റ് മതി. എനിക്ക് ഇതിലും വലിയ സൈസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം പിന്നെ ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ബാഗിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ബാഗിൻ്റെ ഒരു 1/4 ഭാഗം മതി. ബാക്കി ഭാഗം നമ്മൾ ബോർഡർ ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 12 എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ നമ്പർ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ബാഗിൽ വെച്ചിട്ട് 1/4 ഭാഗം സ്റ്റിച്ച് ആവുന്ന എത്ര സ്റ്റിച്ചിലാണ് അതുവരെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ചെയിൻ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്യാം. 12 ഇടുമ്പോൾ എനിക്ക് 11 ചെയിൻ സ്റ്റിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അതുപോലെ എത്ര ചെയിൻ സ്റ്റിച്ചാണോ കിട്ടുന്നത് അതിൻ്റെ ഒന്നിൽ മൈനസ് ആയിട്ട് വരും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഹാഫ് DC ആണെങ്കിൽ 2 സ്കിപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സോറി, ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു പോയി. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക.
എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ലാസ്റ്റ് നമ്മൾ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാണ്. ഇനി ഞാൻ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നമുക്ക് ബാഗിൻ്റെ മുകളിലത്തെ ഭാഗം അപ്പർ പാർട്ടിന് എത്ര മെഷർമെൻറ്റ് വേണോ ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നവരെ ഈ ഒരു പാറ്റേൺ വിട്ട് കിട്ടുന്നവരെ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം എന്നുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 8 റോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര റോ ചെയ്തപ്പോഴാണ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത്രയും റോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ യാണിൻ്റെയും തിക്നെസ് അനുസരിച്ചിട്ട് റോയിൽ ചേഞ്ച് വരും. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. 4 പ്ലേ ആണ് തന്നെ ചില 4 പ്ലേ ആണിൽ കുറച്ച് തിക്നെസ് കൂടിയതുണ്ടാവും, ചിലതിൽ തിക്നെസ് കുറഞ്ഞതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് ബാഗാണോ ഉണ്ടാക്കുന്നത് ആ ഒരു ബാഗിൽ വെച്ചിട്ട് നോക്കാം. ആ ഒരു അപ്പർ പാർട്ടിൽ നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്ത് എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 8 റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിന് ചുറ്റും 4 ഭാഗത്തും ബോർഡർ പോലെ ആ ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ കോർണർ എത്തുമ്പോഴും അവിടെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ബാക്കി എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. നമുക്ക് കോർണർ നല്ല നീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അങ്ങനെ നമ്മൾ ചുറ്റും ചെയ്യുക. അങ്ങനെ ഓരോ കോർണറിലെത്തുമ്പോൾ 4 കോർണറാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഓരോ കോർണറിലെത്തുമ്പോൾ ആ ഒരു കോർണറിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു കോർണറിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കോർണർ നല്ല നീറ്റിൽ കിട്ടും. കോർണറിൽ മാത്രം 2 എണ്ണം ചെയ്യുക. ബാക്കി എല്ലാ സ്ഥലത്തും ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ഞാനിപ്പോൾ കോർണറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോർണറിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്ത് വീണ്ടും ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഭാഗത്തും ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രം ശ്രദ്ധിക്കുക, 4 കോർണറിലും നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം വീതം ചെയ്യുക. ബാക്കി എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വെലറ്റാണിത്. നാല് ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു ടൈലൻഡ് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ആ ടൈലൻഡും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോർണറിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നമ്മളെ ഭാഗം ഇങ്ങനെ ടേൺ ചെയ്ത് വരും. ഇനി നമുക്ക് ആ ടൈലൻഡും നമ്മൾ കൂടെ പിടിച്ചിട്ട് വേണം വർക്ക് ചെയ്തിട്ട് 4 കോർണറിലും ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത് 4 കോർണറിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. 4 കോർണറിലും ചെയ്യാം. നമ്മൾ യാൺ ആഡ് ചെയ്യുമ്പോൾ യാൺ ഇങ്ങനെ
ബാലൻസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കൂട്ടി പിടിച്ചിട്ട് വേണം നമ്മളത് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ അതിങ്ങനെ ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ കൂടെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് 4 ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോർണറിലെത്തിയിട്ടുണ്ട്. കോർണറിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. വീണ്ടും നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് കോർണറിലും എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കോർണറിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ബാക്കി വരുന്ന സ്റ്റിച്ചിലൊക്കെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു നീറ്റ് കിട്ടും. 4 ഭാഗവും നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അത് കണ്ട് നല്ലൊരു നീറ്റാണ് 4 കോർണറും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ചെയിൻ 2 ചെയ്യാം. നമ്മൾ സെയിം ചെയിനിൽ തന്നെ ഒരു DC ചെയ്ത് കൊടുക്കുക. നമ്മൾ ബോർഡർ പോലെ ചെയ്യാൻ പോവാണ്. ഓരോ ചെയിനിലും ഓരോ DC വീതം 2 DC വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും 2 വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 ഭാഗത്താണ് ചെയ്യുന്നത്, 3 ഭാഗത്താണ് ചെയ്യുന്നത്. ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിടുകയാണ്. അപ്പം 3 ഭാഗത്തും എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക എന്നുള്ള ആ ഒരു പാറ്റേൺ DCയുടെ പാറ്റേൺ ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 DC ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 DC ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 DC 2 DC 2 DC വീതം ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രം ഒരു ചെയിനിൽ നമ്മൾ 3 DC ചെയ്യുക. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ചെയിനിലും 2 DC 2 DC 2 DC 2 DC എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യുക. കോർണറിലെത്തുമ്പോൾ മാത്രം ഒരു ചെയിനിൽ 3 DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോർഡർ പോലെ ലേസ് പോലെയൊക്കെ കിട്ടും. അതിലും കൂടുതൽ ലേസ് പോലെ കിട്ടണമെങ്കിൽ ഒരു ചെയിനിൽ 3 DC വീതം ചെയ്ത് കൊടുക്കുക. കോർണറിൽ ചെയിനിൽ 4 ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടിയും അധികം ലെയറായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ചെയിനിൽ 2 DC 2 DC 2 DC എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ കോർണറിൽ മാത്രം ഒരു ചെയിനിൽ നമ്മൾ 3 DC ചെയ്യും. അപ്പോൾ ഇൻക്രീസിങ് സ്റ്റിച്ച് പോലെ ചെയ്യുമ്പോൾ
ഒരു ബോർഡർ പോലെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ ഞാൻ ഒരു ചെയിനിൽ തന്നെ 3 DC ആണ് ചെയ്യുന്നത്. 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. 2 സെയിമിൽ തന്നെ ഒരു DC കൂടി ചെയ്യുക. അങ്ങനെ കോർണറിൽ ഒരു ചെയിനിൽ 3 DC ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ 2 DC 2 DC 2 DC തന്നെ ചെയ്ത് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് 2 കോർണറാണ് കിട്ടുക. 2 കോർണറിലും നമ്മൾ 3 DC വീതം ചെയ്യുക. ബാക്കി എല്ലാ 2 കോർണർ, ഈ ഒരു കോർണറിലും ഈ കോർണറിലും നമ്മൾ 3 DC ചെയ്യുക. ബാക്കി എല്ലാ ചെയിനിലും 2 DC 2 DC 2 DC എന്ന് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 കോർണറിലും 3 DC ചെയ്തു. ബാക്കി എല്ലാ ചെയിനിലും 2 DC വീതം ചെയ്തു. ചെയിൻ 1 ചെയ്ത് നമ്മൾ വർക്ക് കട്ട് ചെയ്യാണ്. നമ്മൾ 3 ഭാഗത്താണ് ഈ ഒരു ലെയർ പോലെ ചെയ്യുന്നത്. ഈ ആണ് കട്ട് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഈ ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ അപ്പോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.